താരപകിട്ടിലേക്ക് സ്വാഗതം. സൈറ ബാനു എന്ന സിനിമയുടെ സംഗീത സംവിധായകൻ മെജോ ആണ് ഇന്ന് നമ്മളോടൊപ്പം താരപകിട്ട്. മെജോ, നമസ്കാരം. സൈറ ബാനു റിലീസായി, എങ്ങനെയുണ്ട് പ്രതികരണം? നല്ല റെസ്പോൺസാണ്. ഞാൻ ഫസ്റ്റ് ഷോ തന്നെ കണ്ടിരുന്നു. അപ്പം ഒരുപാട് നല്ല റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സിനിമ. എന്ന് തുടങ്ങി ഇതിന്റെ ഡിസ്കഷനൊക്കെ എന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഹൈപ്പായിരുന്നു. അതെ അതെ അതെ. ശരിക്കും ഒരു 2 വർഷം മുമ്പ് ഇതിന്റെ പ്രിലിമിനറി സ്റ്റേജ് തുടങ്ങിയിരുന്നു. അപ്പോൾ ആദ്യം അമല മാം ചെയ്തിരിക്കുന്ന ക്യാരക്ടറും ഒരു മെയിൽ ക്യാരക്ടറാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ അത് നടക്കാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ്. ആരായിരുന്നു ആ മെയിൽ ക്യാരക്ടർ? രഹസ്യമാണ്. അപ്പോൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. ചർച്ച ചെയ്ത് മ്യൂസിക് കമ്പോസിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമേ കഴിഞ്ഞിരിക്കുന്നതാണ്. പാട്ടുകളുടെ ഇതെല്ലാം എത്ര സമയം എടുത്തു ഈ മ്യൂസിക് ഡിസ്കഷനും? കാര്യം ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ ഒരു സംഗീത സംവിധായകനുമായിട്ടുള്ള ഡിസ്കഷനിൽ അതെല്ലാം വരണമല്ലോ. ആ മൂഡും ഒക്കെ. ആന്റണി എനിക്ക് കഥ പറഞ്ഞു തരുമ്പോൾ തന്നെ ആൾക്ക് വളരെ ക്ലിയർ കട്ട് പിക്ചർ ഉണ്ട്, എങ്ങനെയായിരിക്കണം അതിൻ്റെ ഓരോ വിഷ്വൽ ഫ്രെയിംസ് വരെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഒരുപാട് ഉപകാരം ചെയ്തു മ്യൂസിക് ചെയ്യാനായിട്ട്. അപ്പം മിക്കവാറും എല്ലാ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഓക്കെ ആയിരുന്നു. എല്ലാ പാട്ടുകളുടെയും ഓപ്ഷൻസ്. ഒരു പാട്ട് മാത്രമേ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകേണ്ടി വന്നു. ആന്റണി സോണി എന്ന സംവിധായകന്റെ ഡെബ്യൂ ഫിലിമാണ്. പക്ഷെ ഒരു പാലാരിഷ്ടതയും ഇല്ലാത്ത നല്ലൊരു വിഷ്വൽ ട്രീറ്റ്. അത് ഇരുത്തം വന്നൊരു സംവിധായകൻ ചെയ്തേക്കുന്ന പോലെയാണ്. കെയർ ഓഫ് സൈറ ബാനു കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. മലയാളത്തിലെ ഹിറ്റ് സംവിധായകന്റെ റോഷൻ ആൻഡ്രൂസിന്റെ ഒരു അസോസിയേറ്റ് ആയിരുന്നു അല്ലേ വർഷങ്ങളായിട്ട്. എങ്ങനെ അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യുന്നു, എങ്ങനെ നിരീക്ഷിക്കുന്നു അദ്ദേഹത്തെ? ഞങ്ങള് ഈ ഫൈനൽ മിക്സിങ് കഴിഞ്ഞിട്ട് ഒരുമിച്ചാണ് വന്നത്. ഞാൻ ആന്റണിയും കൂടി വരുമ്പം ആൾക്കൊറ്റ പേടി ഉണ്ടായുള്ളൂ, ആശാന്റെ പേര് കളയരുത് എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതെപ്പോഴും പറയും. പക്ഷെ എങ്കിൽ കൂടി എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആന്റണി ഇതിന്റെ കൂടെ തന്നെ മൂന്നാമിടം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ജയസൂര്യ പ്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ തന്നെ ഇത് നല്ലൊരു ക്രാഫ്റ്റ് ഉള്ള ഒരു ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. റോഷനേട്ടൻ തന്നെയാണ് എന്നെയും ഈ പ്രോജക്റ്റിലേക്ക് മുട്ടിച്ചേർന്നത്. കാരണം ലോ പോയിന്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു ആളുടെ ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നാളെ രാവിലെ എന്ന് പറഞ്ഞിട്ടൊരു പടം. അത് അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ഡിലേ ആയിക്കൊണ്ടിരുന്നപ്പോൾ ഇത് നല്ലൊരു പ്രോജക്റ്റായി വന്നപ്പോൾ ആള് പറഞ്ഞു നീ ചെയ്തു കഥയെന്ന് കേട്ടു നോക്കാൻ പറഞ്ഞു. തുടങ്ങി ഇതുവരെ ഏതാണ്ട് ഒരു 12 സിനിമയോളം. എക്സാക്ട്ലി. എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് ഫീൽഡിൽ? കോമ്പറ്റീഷൻ ഒന്നും എനിക്ക് ഫീൽ ചെയ്തത്, കാരണം എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട്. ഒരു സിഗ്നേച്ചർ ഉണ്ടല്ലോ, അത് ഡിമാൻഡ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് വരുമ്പോൾ നമ്മളതിനെ വിളിക്കും. ഇപ്പോൾ അത് ഒരു ടൈപ്പ് കാസ്റ്റഡ് ആയി പോകുന്ന ഒരു സംഭവമുണ്ട്. കാരണം ഇപ്പോൾ നോട്ട്ബുക്കിൽ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു വെസ്റ്റേൺ ഇത് അങ്ങനെ ഒരു കുട്ടികളുടെ പടം, അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു മെലോഡിയസിൻ്റെ അങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ട്. നേരെ മറിച്ച് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, അവസരങ്ങൾ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു കർണാട്ടിക് മൂഡിലുള്ളൊരു സാധനം ചെയ്യാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവസരങ്ങൾ അങ്ങനത്തെ വരാറില്ല. പക്ഷേ ഇതും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ട്രാഫിക്കിന് ശേഷം എനിക്ക് ഒരുപാട് RR എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിരിക്കുന്ന ഒരു വർക്കാണ് സൈറ ബാനു. RR എന്ന് പറയുമ്പോഴാണ് റീ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സംഗീത സംവിധാനത്തോടൊപ്പം അതിന് മുകളിലും നിൽക്കുന്ന കാര്യം ലെങ്തി നമ്മളെ ഉടനീളം നമ്മളുണ്ട്. അതൊരു പടത്തിന്റെ ക്യാരക്ടർ തന്നെയാണ്. ആരെയാണ് ഗുരുസ്ഥാനത്ത് കാണുന്നത്? ഞാൻ ശരിക്കും ജോൺസൺ മാഷിന്റെ ഒരു വലിയ ആളുടെ പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. നല്ല മ്യൂസിക് ഉണ്ടാക്കുക എന്നുള്ളതല്ല RR, അത് എവിടെ എങ്ങനെ പ്ലേസ് ചെയ്യുന്ന സൈലൻസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം, അതിലാണ് ശരിക്കും അത്. ജോൺസൺ മാഷിന്റെ സംഭാവന മലയാളികൾക്ക് എന്നും ഓർക്കാൻ നമ്മളെന്നും ഓർക്കും. കറക്റ്റ്. അത് RR മാത്രമല്ല, പാട്ടുകളും എത്ര മലയാളത്തിലുള്ള പാട്ടുകൾ നമുക്ക് ഒരുപാട്. നോട്ട്ബുക്കിൽ അഭിനയിച്ചു, അതിനുശേഷം അഭിനയ രംഗത്തൊന്നുമില്ല. എല്ലാ ഇന്റർവ്യൂവിലും ഇങ്ങനെ ചോദിക്കുന്നു, പക്ഷെ ആരും വിളിക്കാറില്ല. അതിന് ശേഷം 1-2 ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത്രയും ഒന്നുകിൽ ഇനി ചെയ്യുകയാണെങ്കിൽ അത്ര തന്നെ നല്ല ഒരു ക്യാരക്ടർ ആയിരിക്കണം. കാരണം ആ ക്യാരക്ടറിനോടുള്ള സ്നേഹം എനിക്ക് ആൾക്കാരിൽ നിന്ന് ഇപ്പോഴും ഉണ്ട്, എവിടെ പോയാലും. നോട്ട്ബുക്കിൽ പോയിരുന്നുള്ളൊരു സംഭവം. അപ്പം അത് ഇനി നല്ലൊരു റോളാണെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല.
ലുക്കിലെ സംഗീത സംവിധാനം എന്ന് പറയുമ്പോൾ ശരിക്കും ഇതുവരെ ആരുടെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടില്ല, വർക്ക് ചെയ്തിട്ടില്ല. അപ്പം അതൊരു വലിയ പ്ലാറ്റ്ഫോമാണ് കിട്ടിയത്. അപ്പം അതിനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു ഞാനൊരു 12 വർഷത്തോളം കൊയർ മെമ്പർ ആയിരുന്നു. കീബോർഡ് വായിച്ചിട്ടുണ്ടായിരുന്നു പള്ളിയിൽ. ഞങ്ങളൊരു പക്ക ഗ്രാമം ബേസ് ആയിട്ടുള്ള ഒരു ഇതാണ് അവിടെ, കൊറ്റനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കോളേജിൽ ചേർന്നപ്പോൾ അവിടെയും ചെറിയൊരു ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ MBA സമയത്താണ് ഞാൻ കർണാട്ടിക് കുറച്ചൊരു 3 വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. പൊള്ളാച്ചിയിൽ ഒരു മുത്തുഭാഗവത് എന്ന് പറഞ്ഞിട്ടൊരു സാറിൻ്റെ അടുത്ത്. ആൾക്ക് ഇപ്പോൾ 97 വയസ്സുണ്ട്. ഇപ്പോഴും ആള് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിടയ്ക്ക് സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് പോകും, ആളുടെ കൂടെ കുറച്ചേരൊക്കെ ചിലവിടും, എന്നിട്ട് പോരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് MBA കഴിഞ്ഞിട്ട് നമ്മുടെ സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്തു റിയാനിൽ. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടി നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഈവൻ ഓരോ പടങ്ങൾ വരെ എനിക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് വരെ എനിക്ക് അങ്ങനെയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ചിലപ്പോൾ വലിയ പ്രോജക്ട്സ് ഇതാ അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ വരും പോവാറുണ്ട്. പക്ഷേ ലാസ്റ്റ് സ്റ്റേജിൽ വന്ന് പോയി എന്ന് പറഞ്ഞാലും നമ്മുടെ കരിയറിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ട്രാഫിക് എന്ന സിനിമ മലയാളത്തിലൊരു നാഴികക്കല്ലാണ്. അത്രയും അങ്ങനത്തെ ഒരു സിനിമയിലെ ലാൻഡ്മാർക്ക് ചെയ്യാൻ ഹിസ്റ്ററിയുടെ ഭാഗമാണ്. സത്യമായിട്ട് വലിയൊരു ചേഞ്ചും കൊണ്ടുവന്ന സിനിമ. നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം RRന്റെ ഒരു സംഭവം, ആദ്യമായിട്ട് RR ചെയ്യുന്ന ട്രാഫിക്കില്ല. അപ്പൊ അതില് രാജേഷ് ഏട്ടന്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട് അതില്. കാരണം ആളെനിക്ക് എന്നിൽ അർപ്പിച്ച വിശ്വാസം അത് അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയത്. പിന്നെ ആൾക്കറിയായിരുന്നു വ്യക്തമായിട്ട് എങ്ങനെ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത്. നല്ല മ്യൂസിക് എന്നുള്ളതല്ല, അതിനപ്പുറം ആ സൈലൻസ് എവിടെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത്. അത് ശരിക്കും എനിക്ക് ഭാവിയിൽ അത് കഴിഞ്ഞിട്ടുള്ള പടങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓരോ പടം കഴിയുമ്പോഴും ഞാൻ ഒരുപാട് പേരിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം മിസ് ചെയ്യുന്നു പണ്ടത്തെ ഒരു കാരൽ? ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പക്ഷെ നമ്മള് കുറച്ചുകൂടെ ഒരു ഫാസ്റ്റ് ലൈഫ് ആയി. കൊയറിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പള്ളിയിൽ പോകും, അവിടുത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടും, അച്ഛനൊക്കെ ആയിട്ട് കമ്പനി ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മളോടുള്ളൊരു ഇഷ്ടം ഇപ്പോഴും അവർക്കുണ്ട്. ഇപ്പോൾ ഈ 10 വർഷമായി ഫീൽഡിൽ വന്നിട്ടെങ്കിൽ കൂടി നമ്മളോട് അങ്ങനെ ഒരു അകൽച്ച അവർ വെക്കില്ല. അത് അന്നത്തെ പോലെ തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബ്രദറിലോ ആണ് റോഷൻ. റോഷന്റെ സിനിമയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം സീരിയസ് ആണ് ഡിസ്കഷൻസിൽ? റോഷന്റെ കൂടെ വർക്ക് ചെയ്യാൻ എളുപ്പം ശരിക്കും. അതിൽ ആൾക്കൊറ്റ ഇതുള്ളൂ, അഭിപ്രായമുള്ളൂ. അത് ഓക്കെ ആണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല, വേറെ ഇല്ല. അപ്പോൾ മിക്കവാറും ഇപ്പോൾ നോട്ട്ബുക്ക് ആണെങ്കിലും ഇപ്പോൾ നാളെ രാവിലെയുടെ ചർച്ച നടക്കുമ്പോഴാണെങ്കിലും എല്ലാം ഫസ്റ്റ് ഓപ്ഷൻ ഓക്കെ ആയിരുന്നു. കാരണം ആള് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. വേറെ പിന്നീട് ഒരു സെക്കൻഡ് തോട്ടിന് അവിടെ സ്കോപ്പില്ല. അങ്ങനെ ആൾ ഓക്കെ പറഞ്ഞാൽ അത് ഓക്കെയാ. സൈറ ബാനു എന്നാണ് തിയേറ്ററിൽ പോയി കണ്ടത്? ഞാൻ ഫസ്റ്റ് ഷോ. എങ്ങനെയുണ്ടായിരുന്നു തിയേറ്റർ? നല്ല റെസ്പോൺസ് ആയിരുന്നു. അത് ഫുൾ സ്ട്രെച്ചിൽ കാണുന്നത് എപ്പോഴാണ്, ഇപ്പം RR ചെയ്യുമ്പോൾ റീൽ ബൈ റീലാണല്ലോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഫുൾ സ്ട്രെച്ചിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത പോലും സ്ഥലങ്ങളിൽ പോലും അതിന് കയ്യടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും അറിയാണ്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകണം. ലാസ്റ്റ് വരുമ്പോൾ എനിക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞു. കാരണം ഒരുപാട് പ്രാവശ്യം ആ പടം കണ്ടിട്ടെങ്കിൽ കൂടി ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഉണ്ടല്ലോ, അവരൊരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്ന സംഭവം. മഞ്ജു വാര്യർ എന്ന നടി എങ്ങനെ കണ്ടു? ഒരു രക്ഷയില്ല, ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അഭിനയിച്ചു എന്ന് പറയാൻ പറ്റില്ല, അത് ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ്. പിന്നെ മഞ്ജു വാര്യരും അമലയും വന്നപ്പോൾ എനിക്ക് തോന്നി ആ വിഷ്വൽ ഒരു ട്രീറ്റ് ആയിരുന്നു ശരിക്കും. പിന്നെ അവരെ കുറിച്ചൊന്നും പറയാനായിട്ടുള്ള വാക്കുകളില്ല. അത്രയും ഷെയ്ൻ ആയാലും എല്ലാവരും ആ പടത്തിൽ അഭിനയിച്ചേക്കുന്ന എല്ലാവരും അസലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആന്റണിനെ കുറിച്ച് പറയുന്നത് ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു പുതുമുഖ സംവിധായകനൊന്നും ഒരിക്കലും പറയില്ല. അത് അത്രയ്ക്കും ഒരു ഇരുത്തം വന്നൊരു സംവിധായകന്റെ ഫസ്റ്റ് ഫിലിം ആരും പറയില്ല. ആന്റണി അസോസിയേറ്റ് ചെയ്തിരുന്ന സിനിമകളിൽ ആന്റണി എങ്ങനെ നിരീക്ഷിച്ചു? ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഈ 2 വർഷം മുമ്പാണ്. അപ്പോൾ പിന്നെ
പിന്നെ അതിനു മുമ്പ് ഇങ്ങനെ സെറ്റുകളിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി അങ്ങനെ ഒരുപാട് ക്ലോസ് ഒന്നും ആയിരുന്നില്ല. നമ്മുടെ ഈ പടത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ ആളായിട്ട് ഒരുപാട് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ആള് ഇങ്ങനെ ഒരു കഥ പറയാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം കണ്ടത് ആളുടെ മൂന്നാമിടം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അതെ, അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അത് അത്രയും ബ്രില്യൻറ്റ് ഇതായിരുന്നു. ഷാൻ്റെ കഥ തന്നെയായിരുന്നു അതും മൂന്നാമിടവും. അപ്പോൾ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇതിൽ പോസിറ്റീവായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരേ കാലയളവിൽ പഠിച്ചു വന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്നേക്കാം നിയോ ഫിലിം സ്കൂളിൽ. അപ്പോൾ ആൻ്റണി ഇത് ബാച്ച്മേറ്റ് ആണ്. അതിലുണ്ടായിരുന്ന സൗണ്ട് ഡിസൈനർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും, ക്യാമറമാൻ വേറെ ഒരു ബാച്ചാണ്, പക്ഷെ എങ്കിൽ കൂടി ആ ഒരു കാലം അപ്പം അത് കൂട്ടായ്മ എന്ന് പറയുന്നത് അതിനുള്ളൊരു മനസ്സുണ്ടല്ലോ. ഇപ്പം വേണമെങ്കിൽ ആൻ്റണിക്ക് സ്വന്തമായിട്ട് അവന് തന്നെ കയറി പോവാം, പക്ഷെ ആള് കയറിയപ്പോ എല്ലാവരും കൂടി ഒരുമിച്ച് പിന്നെ അതിലെനിക്ക് തോന്നുന്നു ആ ഡിസ്കഷനിലൊക്കെ ഒരു ഈഗോ ഇല്ലാതെ ഒരു കമാൻഡിങ് ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും സ്പേസ് കൊടുത്ത് അതാണ് കൂട്ടായ്മയുടെ ഒരു വലിയ രഹസ്യം എന്ന് പറയുന്നത്. അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഈ പടത്തിൽ, ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു കൂട്ടായ്മ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പാട്ടിന്റെ കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ഒരു പാട്ട് ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ആ സിറ്റുവേഷനിൽ അതൊരു അമ്മ മകൻ റിലേഷനുള്ള ഒരു പാട്ടാണ്. അതിൽ ആളുടെ വോയിസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ചിത്രേച്ചി പാടി തനിയെ ഇരുളിൽ എന്നുള്ള പാട്ട്. പക്ഷേ വിഷ്വലി ഇപ്പോൾ വിടാൻ പറ്റില്ല, കാരണം കഥയുടെ ഏറ്റവും ഒരു സെക്കൻഡ് ഹാഫിലെ ഏറ്റവും കഥ പറഞ്ഞു പോകുന്ന ഒരു പാട്ടാണ്. അപ്പം ടി വിയിൽ ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്തൊരു ഇതായതുകൊണ്ട് പക്ഷെ നല്ല അപ്രീസിയേഷൻ ആ പാട്ടിന് ഉണ്ട്. സിനിമ പിന്നെ വിനീതും ജോൾസിനും കൂടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ഒരു ട്രാവൽ സോങ്. പിന്നെ ചിന്മയി പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തമിഴിലെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഒരു പാട്ട് ചിത്രേച്ചി പാടിക്കുന്ന പാട്ട് ജിലു ജോസഫ് എന്ന് പറഞ്ഞിട്ട് വെച്ചാണ് പാടി ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി മൂന്നെണ്ണം എഴുതിയതല്ലേ? നമ്മുടെ ചിത്രേച്ചി പാടിയത് തനിയെ ഇരുളി എന്ന് പറഞ്ഞിട്ട്. ബാക്കി മൂന്നും ഹരിനാരായണൻ നമ്മുടെ എല്ലാം നല്ല ലിറിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിലെല്ലാം കൂടി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വർക്ക് അല്ല ശരിക്കും പറഞ്ഞത്. ഇതൊരു ഞങ്ങളുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് പേരുണ്ട്. എൻ്റെ സൗണ്ട് എഞ്ചിനീയർ ഷിജു ഡിയത്തിൽ അവൻ അസൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പാട്ടുകളുടെ ഇത്. പിന്നെ നമ്മുടെ പ്രോഗ്രാമേഴ്സ്, പാട്ടുകാർ, ഇൻസ്ട്രുമെൻ്റലിസ്റ്റുകൾ, ഇവരെല്ലാവരും ഇൻപുട്സ് ഒരേപോലെ വന്നപ്പോഴാണ് ആ പാട്ടുകൾ അത്രയും നന്നായി വന്നേക്കുന്നത്, ഇത്ര നന്നായിട്ട് വന്നിട്ടുണ്ട്. മ്യൂസിക് എന്ന് പറയുന്നത്, മലയാളത്തിൻ്റെ സംഗീതം എന്ന് പറയുന്നത് സാഗരം പോലെയാണ്. അതിൽ നമുക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ കടൽ പോലെ കിടക്കുകയാണ്. പ്രതിപാദനരായ ഒരുപാട് നമുക്ക് അഡോർ ചെയ്യുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന, സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല ഗുരുക്കന്മാരുണ്ട്. അപ്പം ഇത്തരം മേഖലയിലോട്ട് വരുമ്പോൾ ഇന്ന് എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആണ് മ്യൂസിക്? പണ്ടെന്ന് പറഞ്ഞാൽ സിനിമ മാത്രമാണ് ഒരു പ്ലാറ്റ്ഫോം. ഇന്ന് സിനിമ മാത്രമല്ല, സോഷ്യൽ മീഡിയ, ഇൻഡിവിജ്വൽ ആൽബംസ് ചെയ്യാം. ഞാൻ തന്നെ ഇപ്പം ഈ ഒരു ലോ പോയിന്റ് തുടങ്ങി കെയർ ഓഫ് സേരവാൻ വരെയുള്ള സമയത്ത് ഒരു 2-3 ഒരു അക്കപ്പല്ല പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം ഒരു ഇംഗ്ലീഷ് സിംഗിൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ആഴ്ച റിലീസായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അത് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സോങ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആൾക്കാരുടെ അതിനോടുള്ള ഒരു സമീപനം? എങ്ങനെ അത് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. പേടി എന്നല്ല, ഇത് ഒരു പുതുമയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ പുതുമേനെ എപ്പോഴും ഒരു പകപ്പോട് കൂടിയാണ് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഇതുണ്ട്. പക്ഷെ അത് ഒരു ധൈര്യത്തോടു കൂടി ചെയ്ത് നോക്കിയാലല്ലേ അറിയുള്ളത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. അത് തീരുമാനം എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ഈ മേഖലയിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അഞ്ജു ജോസഫ് എന്ന് പറഞ്ഞൊരു കുട്ടീനെ പാടിയിരിക്കുന്നത്, ബാഹുബലിയിലത്തെ പാട്ടാണ് എടുത്തിരുന്നത് ഞങ്ങൾ. അവരുടെ കീരവാണി സാറിൻ്റെ ഒക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ് മേജു? ഞാൻ വളരെ കുറവെന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ പണി തുടങ്ങി കഴിഞ്ഞാൽ വളരെ കുറവാണ്. പിന്നെ ഫോൺ സൈലന്റിലായിരിക്കും. പക്ഷേ എല്ലാവരോടും റെസ്പോണ്ട് ചെയ്യും. എന്തായാലും എപ്പോഴെങ്കിലും മെസ്സേജ് കാണുകയാണെങ്കിൽ കാണുന്ന സമയത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്യും. ചിത്ര ചേച്ചി എന്ന് പറയുന്ന ലെജൻഡ് ചേച്ചി ചേച്ചിയുടെ ഒപ്പമുള്ള ഒരു സ്റ്റുഡിയോ എക്സ്പീരിയൻസ് ടെൻഷൻ ഉണ്ടായിരുന്നോ? എനിക്ക് കിട്ടില്ല. കാരണം സൈക്കിളിൽ പാടിയിട്ടുണ്ട്. നമ്മളോട് ഒരു പ്രത്യേക വാത്സല്യത്തോടു കൂടിയാണ് അത് ഒരു പ്രത്യേക എനർജി ലെവല ആള് സ്റ്റുഡിയോയിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ടെൻഷൻ ആർക്കും പരിചയപ്പെട്ട എല്ലാവർക്കും അതല്ല, ചിത്രേച്ചി ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അത് ഒരു ഭയങ്കര ഒരു സൂപ്പർ ഹ്യൂമൻ ബീങ് കൂടിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് കഴിഞ്ഞു.
നമുക്ക് ഓക്കെ ടേക്ക് കൂടി ഇല്ല മോനെ ഒന്നുകൂടി പാടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കത് പെർഫെക്റ്റ്ലി ഓക്കെയാണ് ആളുടെ ഇത്. പക്ഷെ ആൾക്കത് ഒന്നുകൂടി നന്നാക്കാന്നുള്ളൊരു സംഭവമുണ്ട്. അത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. യങ്സ്റ്റേഴ്സിൻ്റെ സ്റ്റുഡിയോ റീപ്രൊഡക്ഷൻ അവരെങ്ങനെ, ഇപ്പം പല യങ്സ്റ്റേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും ഇപ്പോൾ ടി വി ഷോയിലൊക്കെ ആണെങ്കിൽ അവർ വളരെ ഭംഗിയായിട്ട് നമുക്ക് പാടി വെച്ച വലിയ പാട്ടുകാരുടെ പാട്ടുകൾ വളരെ ഭംഗിയായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ സ്വന്തമായിട്ടുള്ള ഒരു പാട്ട് സ്റ്റുഡിയോയിൽ വരുമ്പോൾ അവരുടെ ആ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി, ആ ഡെലിവറി ചെയ്യുന്ന രീതി ചിലപ്പോൾ അത്രയും നമ്മുടെ ഒരു സംഗീത സംവിധായകന്റെ ആഗ്രഹത്തോടൊപ്പം വരുന്ന ഒരു സംശയം പലയിടത്തും ഞാൻ വായിച്ചിട്ടുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ എക്സ്പീരിയൻസിന്റെ കുഴപ്പമാണ്. അവർക്ക് സ്റ്റുഡിയോ എക്സ്പീരിയൻസ് നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ബ്രില്യൻ സിംഗേഴ്സ് തന്നെയാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് കൂടിയാണെങ്കിലും. എന്താ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ റിയാലിറ്റി ഷോസിൽ നിന്ന് വരുന്ന പിള്ളേർക്ക് ആ ഒരു സമയത്ത് അവർക്ക് എങ്ങനെ ആ ഒരു ഹൈപ്പിലേക്ക് വരാം എന്നുള്ളത് മാത്രമാണ് ട്രെയിനിങ് കൊടുക്കുള്ളൂ. അല്ലാതെ സ്റ്റുഡിയോ എക്സ്പീരിയൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വാലിറ്റി, ഈ നമ്മുടെ പ്ലേബാക്ക് സിംഗിങ്ങിൽ ഏറ്റവും വേണ്ടത് ഇൻഡിവിജ്വാലിറ്റി. ഓരോരുത്തരുടെ വോയിസിന് ഒരു യുണീക്നെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് ആ ഒരു ഇതിൽ നിന്ന് ടോട്ടലി ബ്രേക്ക് ചെയ്ത് വന്നിരിക്കുന്നത് സിത്താരയും നജീമൊക്കെയാണ്. കാരണം അവര് അന്ന് ലൈവ് ഷോസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ റെക്കോർഡിങ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ സ്വന്തമായിട്ട് ഒരു പറഞ്ഞ ഒരു സിഗ്നേച്ചർ. പക്ഷേ ഈ റിയാലിറ്റി ഷോയില് ഗ്രൂമിങ്ങില് അവർ പാടും, അവർക്ക് ആ പാട്ട് അതേപടി പാടാം, അല്ലാതെ അവർക്കതൊന്നും റീക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പൊ സംഗതി കൂടുതൽ ഇടാനോ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. കാര്യം മലയാളിയുടെ മനസ്സിലുണ്ട് ആ പാട്ടുകൾ. ഇന്ന് എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോ പ്രേക്ഷകരെയും കൂടെ അഭിപ്രായം പറയാൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്. പണ്ട് നമുക്കൊന്നും ഷാർപ്പ് എന്താന്നും ഒന്നും അറിയില്ല. ഇപ്പൊ എല്ലാവർക്കും സംഗതി കുറച്ചുകൂടി. എത്രത്തോളം ഇങ്ങനെ പുറത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഏത് പാട്ടായാലും അല്ലെങ്കിൽ സംഗീതത്തെ എങ്ങനെ നോക്കുന്നു അതിനെ? ഞാനങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാറുള്ളൂ. ഇപ്പം വലിയ ട്രോളുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഭാവിയിലുള്ള പാട്ടുകൾ എങ്ങനെയെന്ന് അറിയില്ല. പക്ഷെ അത് നെഗറ്റീവ് കമന്റ്സ് ആണെങ്കിലും ഇതാണെങ്കിലും, നെഗറ്റീവ് കമന്റ്സ് ആണെങ്കിൽ നമ്മളത് കണ്ടില്ലെന്ന് വെക്കും. അതിന് പ്രതികരിക്കാനൊക്കെ പോയാലാണ് പ്രശ്നമുള്ളത്. ഞാനത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ചിരിച്ചു കാണിച്ചു വിടുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. കാരണം നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ അത് ഒരു പാട്ട് ഡയറക്ടറിനെ കേൾപ്പിക്കണേക്കാൾ മുമ്പ് നമ്മളൊരു 100 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷമാണ് ഡയറക്ടറിനെ കേൾപ്പിക്കുന്നത്. ആളൊരു ഇതുപോലെ തന്നെ ഒരു 100 പ്രാവശ്യം ചിന്തിച്ചിട്ടായിരിക്കും അത് അപ്രൂവ് ചെയ്യണത്. എന്നിട്ടാണ് പബ്ലിക്കിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ ഇത്രയും കടമ്പകൾ കടന്നാലും പബ്ലിക്കിനൊരു അഭിപ്രായം കാണും. അതെ. അപ്പൊ അതിപ്പോ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുകൊണ്ട് ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇറക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്, അവരെ മാത്രം ചെയ്യാം. ഇപ്പൊ